പ്രൗഢഗംഭീരമായ സ്വീകരണത്തോടെ മധ്യമേഖലാ ജാഥയ്ക്ക് തൃക്കാക്കര എറണാകുളം കമ്മിറ്റികൾ നൽകുന്ന ഈ പൗരസ്വീകരണത്തിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. വാഹനത്തിന് തടസ്സമുണ്ടാക്കാതെ സഖാക്കൾ സൈഡിലേക്ക് ഒതുങ്ങി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജാഥ അകത്തേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഖാക്കൾ മാർഗതടസ്സമുണ്ടാക്കാതെ സൈഡിലേക്ക് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖല ജാഥ എറണാകുളം തൃക്കാക്കരയുടെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നവകേരള സൃഷ്ടിക്കായി വികസന മുന്നേറ്റ ജാഥയുടെ സമാപന സമ്മേളനമാണ് കലൂരിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ട എല്ലാവരെയും ഈ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ജോസ് കെ മാണിക്കൊപ്പം കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി സഖാവ് പി രാജീവും ഈ ജാഥയിൽ പങ്കുചേരുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ എല്ലാവരെയും തൃക്കാക്കരയുടെ മണ്ണിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയാണ്. വികസന മുന്നേറ്റ ജാഥ എറണാകുളം തൃക്കാക്കരയുടെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. ശ്രീ ജോസ് കെ മാണിക്കൊപ്പം സഖാവ് പി രാജീവ്, അതുപോലെ തന്നെ റോഷി അഗസ്റ്റിൻ മന്ത്രിമാർ ഈ ജാഥയെ അനുധാവനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട എല്ലാവരുടെയും സ്നേഹാശംസകളോടെ ജാഥ കലൂര് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ ഗ്രൗണ്ടിലെ പ്രൗഢഗംഭീരമായ സ്വീകരണ വേദിയിലേക്ക് ഇതാ കടന്നു വരികയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. കേരളത്തിൽ പിണറായിയുടെ മൂന്നാം ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വികസനം നയങ്ങൾ തീർച്ചയായും ഈ മണ്ണിൽ പുതിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കും. മൂന്നാം ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന നിശ്ചയദാർഢ്യത്തോടെ ഇതാ ശ്രീ ജോസ് കെ മാണിയുടെ ജാഥ ഗ്രൗണ്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. യോഗത്തിൻ്റെ അധ്യക്ഷനും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ, ഏറ്റവും ബഹുമാനായ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അടക്കമുള്ള ബഹുമാനായ സഖാവ് ശർമ്മ അടക്കമുള്ള നേതാക്കളെ, ജനപ്രതിനിധികളെ, ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സ്നേഹിതരെ, ഇവിടെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 6-ാം തീയതി, ഫെബ്രുവരി 6-ാം തീയതി പത്തനംതിട്ടയിൽ നിന്ന് ജില്ലയിൽ നിന്ന് ആരംഭിച്ച ആറന്മുള നിയമസഭാ മണ്ഡലത്തിലെ ആ സമ്മേളനം ബഹുമാനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് വിവിധ കേന്ദ്രത്തിൽ കൂടെ കടന്ന നിയമസഭാ മണ്ഡലത്തിൽ കൂടെ കടന്ന് അത് പത്തനംതിട്ടയും കോട്ടയവും ഇടുക്കിയും എറണാകുളവും പൂർത്തീകരിച്ച്
ഇന്നിപ്പോൾ ഇവിടെ സമാപിക്കുകയാണ്. ഓരോ ജില്ലയിലും ഓരോ നിയമസഭാ മണ്ഡലത്തിലും ആയിരക്കണക്കിന് പ്രവർത്തകരാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിശ്വാസികളാണ് ഈ ജാഥയെ സ്വീകരിക്കുവാൻ വന്നെത്തിയത്. ഉച്ചയ്ക്ക് കടും വെയിലത്ത് പോലും 12 മണിക്കും 1 മണിക്കും ചെന്ന യോഗങ്ങളുണ്ട്. രാത്രി 9 മണിക്ക് പോലും കഴിഞ്ഞതിന് ശേഷം എത്തിയ മലയോര പ്രദേശമായ ഇടുക്കിയിലും ഞങ്ങൾ ചെന്നെത്തിയ യോഗങ്ങളുണ്ട്. അവിടെ എല്ലാം കാത്ത് ഇരുന്ന ആയിരങ്ങളുടെ ഒരു ജനസാന്നിധ്യമായിരുന്നു ആ യോഗങ്ങളിലെല്ലാം. ഒരു കാര്യം ഇതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സൂചനയും അത് തെളിയിക്കുന്നതും മറ്റൊന്നുമല്ല. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യാതൊരു സംശയവുമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലേക്ക് 3ാം തവണയും ചെന്നെത്തും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഈ വൈകിയ വേളയിൽ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ നമ്മുടെ റെഡ് വോളണ്ടിയർമാരുണ്ട്, ഇവിടെ വന്നിരിക്കുന്ന സഖാക്കളുണ്ട്, സഹോദരീ സഹോദരന്മാരുണ്ട്. അവരെല്ലാം ഞാൻ സ്നേഹപൂർവ്വം ഹൃദയം കൊണ്ട് ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ ഞങ്ങൾ പോയ പല സ്ഥലങ്ങളിലും നമുക്കറിയാം, അവിടെ UDFൻ്റെ ജനപ്രതിനിധികളുള്ള പ്രദേശത്ത് പോലും നമ്മൾ പ്രതീക്ഷിക്കാതെ വളരെയധികം ജനസാന്നിധ്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. പക്ഷെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ പ്രത്യേക നന്ദി എൻ്റെ കൂടെയുള്ളവരോട് ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ല. കാരണം ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ നിയോഗിക്കുകയും തീർച്ചയായും അത് വലിയൊരു ദൗത്യമാണ്. നമ്മൾ കാണുന്നത് പോലെ, പുറത്ത് കാണുന്ന പോലെ ജീപ്പയിൽ കയറി ടാറ്റ പറഞ്ഞു പോകുന്നതല്ല. പക്ഷെ അത് വളരെ ഗൗരവത്തിൽ LDFന് വേണ്ടി, LDFൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടും വികസനവും ജനങ്ങൾ കൊണ്ട് എത്തിക്കുവാൻ സഹായമായ വളരെയധികം ആളുകളുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കൂടെ വന്ന, എൻ്റെ കൂടെ സഞ്ചരിച്ച, എനിക്ക് ഏറ്റവും പ്രോത്സാഹനം നൽകിയ, എനിക്ക് പിന്തുണ നൽകിയ, എനിക്ക് കരുതൽ നൽകിയ എൻ്റെ ടീം അംഗങ്ങൾ. ഇവിടെ ഞങ്ങൾ 12 പേരായിരുന്നു. ഇവിടെ ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. KK ശൈലജ ടീച്ചറും PK ബിജുവും PP സുനിൽകുമാർ MPയും സാബു ജോർജും സുഭാഷ് പുഞ്ചക്കോട്ടിലും ഡോക്ടർ വർഗീസ് ജോർജും അതോടൊപ്പം തന്നെ മാത്യൂസ് കോലഞ്ചേരിയും KG പ്രേംജിത്തും ഫ്രാൻസിസ് തോമസും MA ലതീഫും ബിനോയ് ജോസഫ് അടക്കമുള്ള മുഴുവൻ ആളുകളും എല്ലാ യോഗങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും 1 മിനിറ്റ് പോലും വിട്ടുപോകാതെ ഈ യാത്രയെ വിജയിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവരോടുള്ള നന്ദി ഞാൻ ആദ്യമായി ഈ സന്ദർഭത്തിൽ ഞാൻ നേരുകയാണ്. ഈ എറണാകുളം ജില്ലയിൽ വന്നെത്തുമ്പോൾ നമുക്കറിയാം, CPMൻ്റെയും CPIയുടെയും സെക്രട്ടറിമാർ, അത് മാത്രമല്ല ഘടകകക്ഷിയുടെ നേതാക്കന്മാർ സതീഷും അരുണും അതുപോലെ തന്നെ ഘടകകക്ഷിയുടെ നേതാക്കന്മാരെല്ലാം കൈകോർത്തൊരുമിച്ച് ഒരേ ലക്ഷ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെയാണ് വിജയം കരസ്ഥമാക്കിയത്. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യമുള്ളത്, ഈ 3 മേഖലാ ജാഥകളും ഒക്കെ തുടക്കം കുറിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ വിജയം മുന്നിലേക്ക് ചെന്നെത്തുമ്പോൾ പലതരത്തിൽ അതിൻ്റെ ശോഭ കെടുത്തുവാൻ വേണ്ടി പല രീതിയിലുള്ള നരേറ്റീവ് ഇവിടെ ബഹുമാനായിട്ട് മന്ത്രി ശ്രീ രാജീവ് അത് സംസാരിക്കുകയുണ്ട്. അദ്ദേഹത്തിന് മറ്റൊരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് പോകും എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. അതിന് ശോഭ കെടുത്തുവാൻ വേണ്ടി പല രീതിയിലുള്ള നരേറ്റീവ് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഇവിടെ ഒരു കോമൺ പെയ്ഡ് പ്ലാറ്റ്ഫോംസ് ഈ 2026 പൊതു തെരഞ്ഞെടുപ്പിനെതിരെ പ്രത്യേകിച്ച് യാത്ര തുടങ്ങിയപ്പോൾ രൂപപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. എന്താണ് ഈ കോമൺ പെയ്ഡ് പ്ലാറ്റ്ഫോംസ്? അത് മറ്റൊന്നുമല്ല, ഈ യാത്ര വിജയത്തിലേക്ക് ചെന്നെത്തുമ്പോഴും ഞാൻ സൂചിപ്പിച്ച പോലെ UDFൻ്റെ പ്രതിദാനം ചെയ്യുന്ന ആ നിയമസഭാ മണ്ഡലത്തിൽ
അവര് പോലും അത്ഭുതകരമായി നോക്കിക്കാണേണ്ട ജനവിഭാഗം ഈ യാത്രയെ സ്വീകരിച്ചപ്പോൾ ഉണ്ടായ ആ രോഷവും വിഷമവുമാകാം. എന്താണ്? ആദ്യമേ നമുക്കറിയാം, ശബരിമലയുടെ വിഷയങ്ങളുണ്ടായി. ആ വിഷയത്തിൽ കൃത്യമായ ഉത്തരം കൊടുത്തു. അവിടെ എന്താണ് അതിൻ്റെ റൂട്ട് മാറ്റുവാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ CBIക്ക് ചെന്നെത്തണം എന്ന് പറഞ്ഞപ്പോഴും കോടതി കൃത്യമായി പറഞ്ഞു, ഇത് കോടതി ഈ കേസെടുത്തിരിക്കുന്നു ഏറ്റവും സ്വീകാര്യമായ കാര്യക്ഷമതയുള്ള സത്യസന്ധനായിട്ടുള്ള SITയെ രൂപപ്പെടുത്തി. അത് കൃത്യമായ റൂട്ടിലാണ് ആ അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ആ അന്വേഷണം നടക്കുമ്പോൾ അതൊക്കെ ചെന്നെത്തുന്നത് പലപ്പോഴും ഒരു തരത്തിൽ പറഞ്ഞാൽ UDF ഒരിക്കലും ചിന്തിക്കാത്ത, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്ത മേഖലയ്ക്ക് ചെന്നെത്തിക്കൊണ്ടായിരിക്കാം. അതിൻ്റെ ആ ഗേറ്റങ്ങളുടെ കവാടം അടഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു ആക്ഷേപവുമായി വന്നു. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അവിടെ അതിൻ്റെ കണക്കുകളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കട്ടെ. കാരണം ഈ ബോർഡുമായി ബന്ധപ്പെട്ട്, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് എപ്പോഴും അത് ഒരു ഹൈക്കോടതിയിലെ ഒരു സ്പെഷ്യൽ ബെഞ്ചിൻ്റെ കീഴിലാണ്. അത് അവരുടെ അനുവാദം മേടിക്കുകയും എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യത്യാസമോ ഡീവിയേഷനോ ഉണ്ടെങ്കിൽ അത് കൃത്യമായ ഒരു ഓഡിറ്റിംഗ് കാര്യങ്ങളും നടക്കും. അതും അന്വേഷിച്ചോട്ടെ. ആ ഉദ്ഘാടന കർമ്മത്തിൽ ഞാൻ ഓർക്കുന്നു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ശക്തമായി പറഞ്ഞു, ആരെങ്കിലും ഒരു കുറ്റവാളികൾ ഇതിനകത്തുള്ളുണ്ടെങ്കിൽ ഇതാരാകട്ടെ അവരെ തീർച്ചയായും കുറ്റവാളിയാണ് കണ്ടാൽ അതിൻ്റെ ശിക്ഷണ നടപടികൾ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒന്നും മറയ്ക്കാനില്ല. ഏതൊക്കെയാലും അതിൻ്റെ കവാടവും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത നരേറ്റീവായിട്ടുള്ളത് അത് കേരള കോൺഗ്രസിലേക്കായി. കാരണം ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ഞാനാണല്ലോ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കേരള കോൺഗ്രസിലേക്ക് ആ വിവാദമായി കൊണ്ടുവന്ന് ഒരിക്കലും ചിന്തിക്കാത്ത കാര്യം മുന്നണി മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വന്നു. അത് കൃത്യമായ മറുപടി കൊടുത്തു. അതിൻ്റെ കവാടവും അടഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തും എൻ്റെ ഒരു സഹോദരനുമായ റോഷി അഗസ്റ്റിൻ ഇവിടെ ഇരിക്കുക. അപ്പോൾ പാർട്ടിക്കകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു നരേറ്റീവ് കൊണ്ട് എത്തിച്ചു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് പാലായി ജോസ് കെ മാണി മത്സരിക്കും. ജോസ് കെ മാണി മത്സരിക്കരുതെന്നല്ല പറഞ്ഞത്. ഇവിടെ ഹരിപ്പാടില് രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ VD സതീശൻ പറവൂരും മത്സരിക്കും എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരു വിഷമമുണ്ടോ? ഒരു വിഷമവുമില്ല. ജോസ് കെ മാണി മത്സരിക്കും എന്ന് പറയുമ്പോൾ വിഷമമായി. അപ്പോൾ അതിലേക്ക് ആ നരേറ്റീവ് കൊണ്ട് എത്തിച്ചു. എന്തിനാണ്? ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യം മറ്റൊരിടങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുവാൻ. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു പുതുപ്പള്ളിയിലുള്ള വിവാദം നിങ്ങൾ മനസ്സിലാക്കി കാണും. അവിടെ എന്താണ് ഈ വിവാദം ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത്, ആ കണ്ടയാളാണെങ്കിൽ അതങ്ങ് എടുത്ത് മാറ്റിയാൽ പോരെ. അതെടുത്തിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് അതിന് ജോസ് കെ മാണി മറുപടി പറയണം എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തപ്പെട്ടവര് അത് പോസ്റ്റ് ചെയ്യുന്നു. അന്വേഷിച്ചപ്പോൾ അത് മാനസിക രോഗിയാന്ന് പറയുന്നു. അത് മാനസിക രോഗിയല്ല കൊണ്ട് വെച്ചത്, അത് വെപ്പിച്ചയാളാണ് മാനസിക രോഗി എന്ന് പറയാനാണ് ഞാൻ ഈ ആഗ്രഹിക്കുന്നത്. അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും അവിടെയൊന്നും മാനസികമായി ഞങ്ങളെയൊന്നും തകർക്കുവാനോ സമ്മർദ്ദം ചെലുത്തുവാനോ ഇവർക്കാർക്കും ഒന്നും കഴിഞ്ഞില്ല. എത്ര മനോഹരമായി ഇവിടെ മീഡിയ എല്ലാ ദിവസവും ഉണ്ടായിരുന്നല്ലോ. അവിടുത്തെ പരിശോധിക്കട്ടെ. എവിടെയെങ്കിലും ഒരു പോരായ്മ, എവിടെയെങ്കിലും ഒരു ഐക്യം കുറവ്, എവിടെയെങ്കിലും ഒരു സാന്നിധ്യം കുറവ് ഉണ്ടായിരുന്നോ എന്ന് അവരെടുത്ത് പരിശോധിക്കട്ടെ. അപ്പോൾ ഇത് വലിയ ഒരു വിജയമായി ഈ മേഖല ജാഥ ഏതാണ്ട് 32 നിയമസഭാ മണ്ഡലത്തിൽ കൂടെയാണ് കടന്നുപോയത്. ഞാൻ സൂചിപ്പിച്ച പോലെ 12 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും 1 മണിക്കും രാത്രി 9 മണിക്കും ഒക്കെ അവരിലേക്കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവരെല്ലാം കാത്തു നിന്ന് ആവേശത്തോടു കൂടിയാണ്, അല്ലാതെ വിഷമത്തിലും പ്രയാസത്തിലും ആവേശത്തോടു കൂടി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സർക്കാരിനെ, ഈ മുന്നണിയെ
ഞങ്ങൾക്ക് വീണ്ടും ആവശ്യമുണ്ട് എന്നൊന്ന് തെളിയിക്കുന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുക ഈ സമ്മേളനങ്ങളൊക്കെ. ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. സമാപന സമ്മേളനം എന്ന് പറയുമ്പോൾ അതൊരു ഫോർമാലിറ്റി എന്ന നിലയ്ക്ക് പോവുകയാണ്. മാത്രമല്ല ഇപ്പോൾ തന്നെ 8:15 മണിയായി. അപ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒരു കാര്യത്തിൽ വികസനത്തിൽ നമ്മൾ പുറകോട്ടല്ല എന്നെല്ലാവരും സമ്മതിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല, പക്ഷെ അത് UDF തന്നെ സമ്മതിച്ചു. അവരൊരു കുറ്റവും പറയുന്നില്ലല്ലോ. ഇത്രയും കാര്യങ്ങൾ ചെയ്തു, ഇത് ചെയ്യണ്ടായിരുന്നു എന്ന് ഏതെങ്കിലും UDF നേതാവ് പറയുന്നുണ്ടോ? അവർ സഹകരിച്ചിട്ടില്ല, പിന്തുണ നൽകിയിട്ടില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ വികസന പദ്ധതി നിങ്ങൾ ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ക്ഷേമ പെൻഷൻ ഇത്രയും കൂട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ലൈഫ് മിഷൻ 2021 ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാം പൂർത്തിയാക്കി 5 ലക്ഷമായി കഴിഞ്ഞപ്പോൾ അവരിത് വേണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടോ? സ്ത്രീ സുരക്ഷാ പദ്ധതി ഇപ്പോൾ 1000 രൂപ വെച്ച് ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങി. ഏതാണ്ട് 18 ലക്ഷം പേരോടും രജിസ്റ്റർ ചെയ്തു. 35-നും 60 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് അത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അത് വേണ്ടാന്ന് അവർ പറഞ്ഞോ? ഇല്ല. നാഷണൽ ഹൈവേ ദേശീയപാത നമ്മൾ തുടങ്ങി ഇത് പൂർത്തിയാക്കാൻ, അത് അവർക്ക് അതിൻ്റെ വീതി കൂട്ടാൻ പറ്റിയില്ല. ഞാൻ ഓർക്കുന്നു, ഞാൻ പാർലമെന്റിലോ ലോക്സഭയിലായിരുന്നു. അതിൻ്റെ ഓഫീസ് അടച്ചുപൂട്ടി, ആ കഥയൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ അതിനുശേഷം വീതി കൂട്ടി കൊടുക്കുമ്പോഴും ഒരു തുള്ളി കണ്ണീര് പോലും വീഴാതെ അവർക്ക് വേണ്ട കോമ്പൻസേഷൻ എത്രയാണോ ഇരട്ടി കൊടുത്ത് വീതി കൂട്ടി പൂർത്തിയാക്കാറായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ അല്ലെങ്കിൽ അതിൻ്റെ മന്ത്രി നിതിൻ ഗഡ്കരി തന്നെ പറഞ്ഞു, ഇത് കേരളത്തിൽ നടപ്പിലാക്കുവാൻ കഴിഞ്ഞത് ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ട്, ഇതുകൊണ്ട് മാത്രമാണ് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ വികസനമൊക്കെ നടത്തി. വാട്ടർ മെട്രോ നടത്തി, മെഡിക്കൽ കോളേജ് നടത്തി, ഇവിടെ പുതിയ ആശുപത്രി 2 തുടങ്ങി, അവയവം മാറ്റുന്ന ആശുപത്രി തുടങ്ങി. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത വികസനം. ഞാൻ അതിലേക്ക് കടക്കുന്നത്. പക്ഷേ ഈ വികസനമൊക്കെ നടത്തിയിട്ടും ഒരക്ഷരം ഇത് വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുള്ളത്, ഈ വികസനം നടത്തിയപ്പോഴും ഒരിക്കലും അവരുടെ പിന്തുണയോ സഹായമോ ഇല്ല എന്നുള്ളത് മാത്രമല്ല, എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ആ വികസനം കേന്ദ്രത്തിൻ്റെയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് ലഭിക്കാതിരിക്കുവാനുള്ള ഏറ്റവും ഒരു ശ്രമം എപ്പോഴും നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കഴിഞ്ഞ നവംബർ 1-ാം തീയതി ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി കേരള പിറവി ദിവസം. അത് പെട്ടെന്ന് അത്ര എളുപ്പമൊന്നുമല്ലല്ലോ. 5 വർഷക്കാലം മുമ്പ് ആദ്യത്തെ ക്യാബിനറ്റിൽ മുഖ്യമന്ത്രി വന്ന്, ഞാൻ ഓർക്കുന്നു, അന്ന് വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കണം. ആ പ്രഖ്യാപിക്കുവാനായിട്ട് 5 വർഷം എടുത്തു. നിസ്സാരമല്ല. ഇത്രയും 64,007 കുടുംബങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് റേഷനില്ല, സ്ഥലമില്ല, വീടില്ല, ആരാരുമില്ല, ആരെ ആശ്രയിക്കാനില്ലാത്തവരെ കണ്ടുപിടിച്ച് എന്ന് പറഞ്ഞാൽ 1,80,000-ഓളം ആളുകളെ കണ്ടുപിടിച്ച്, അത് പല മെക്കാനിസത്തിൽ കൂടെ കണ്ടുപിടിച്ച്, തേടി പിടിച്ച് കണ്ടുപിടിച്ചതാ, അല്ല അവരിങ്ങോട്ട് വന്നതല്ല. അങ്ങനെ അവർക്ക് വീട് കൊടുത്തു, സ്ഥലം കൊടുത്തു, വീട് കൊടുത്തു, കരുതൽ കൊടുത്തു, തണൽ കൊടുത്തു. അങ്ങനെ നമ്മുടെ ഒരു ഭാഗമാക്കി മാറ്റി. അപ്പോൾ ഇത് കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എന്താണ്? ആ ചോദ്യം കോൺഗ്രസ് പാർട്ടിയും അവിടെയുള്ള MP-മാരും ചോദിക്കുകയാണ്, ഘടകകക്ഷി MP-മാരും. എന്താണ് ചോദിച്ചത്? ആ ചോദിച്ചത്, കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി രൂപപ്പെട്ടു, അത് നിങ്ങൾ അറിഞ്ഞോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. ആ പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞു. ഉത്തരം, ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ചോദ്യം, നമുക്ക് റേഷൻ കാർഡ് കിട്ടുന്നത് AAY പദ്ധതിയിൽപ്പെടുത്തി. അങ്ങനെ അതിദരിദ്രരല്ലാതെ വന്നപ്പോൾ അവരുടെ റേഷൻ കാർഡ് മാറ്റുമോ? എത്രയാണ് ആ റേഷൻ കാർഡ് മാറ്റി, എത്ര റേഷൻ കാർഡ് ഡിലീറ്റ് ചെയ്ത് കളയും എന്ന് ചോദിക്കുകയുണ്ടായി. അതിനകത്ത് അവർ ഇൻഫർമേഷന് വേണ്ടിയോ അതിൻ്റെ അറിവിന് വേണ്ടിയിട്ടല്ല, ഒരു ധ്വനി BJPക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെയുള്ള സാധാരണക്കാർക്ക്, ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് റേഷൻ കാർഡ് അവർ പുരോഗതി ഉണ്ടായെങ്കിൽ ആ റേഷൻ കാർഡ് കട്ട് ചെയ്ത് കളയണം, അവർക്കൊരു വിഷമം ഉണ്ടാകണം. അതായിരുന്നു എൻ്റെ ധ്വനി. പക്ഷെ അവരറിഞ്ഞില്ല, ഇത് റേഷൻ കാർഡ് ഇല്ലാത്തവരാണ്. അവരെ കണ്ടുപിടിച്ച് അവർക്ക് റേഷൻ കാർഡ് കൊടുത്ത്
അവർക്ക് വീട് കൊടുത്ത് കൊണ്ടുവന്ന പാവപ്പെട്ടവരാണ്. ഇതാണ് UDF ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ പറ്റിയൊക്കെ എപ്പോഴും സംസാരിച്ചു അല്ലേ. കേന്ദ്രം നമുക്ക് അർഹതപ്പെട്ടത് തരുന്നില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണല്ലോ നമ്മുടെ വയനാട്ടിൽ ദുരന്തമുണ്ടായി. ആ ദുരന്തം ഉണ്ടായപ്പോൾ ഞങ്ങളൊക്കെ പാർലമെൻ്റ് ഉണ്ടായിരുന്നു. 500 പേരുള്ള മരണമടഞ്ഞു. രാവിലെ 10:30-11 മണിയായപ്പോൾ ഞാനൊക്കെ ഏറ്റുനിന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒരു 2 മിനിറ്റ് തരുമോ? തന്നില്ല. അന്നത്തെ ചെയർമാൻ ഏറ്റവും അവസാനം ബഹളം ഉണ്ടാക്കിയാൽ 52 സെക്കൻഡ് നേരം എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. നമ്മൾ സംസാരിച്ചു, വികാരപരമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അതിനുശേഷം നമ്മളറിയാം, നേരെ വയനാട്ടിൽ പോയി. ഇത്രയും ദുരന്തമുണ്ടായെടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി വന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഒരു ബാലനെ, 12 വയസ്സുള്ളൊരു ബാലനെ കെട്ടിപ്പിടിച്ച്, അപ്പനും അമ്മയും മരിച്ചുപോയി, ആരാരുമില്ല, എന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു, പത്രങ്ങളിൽ കൊടുത്തു. ബാലനോട് പ്രധാനമന്ത്രി പറയുന്നു, ആരുമില്ല എന്ന് കരുതണ്ട, ഞങ്ങളൊക്കെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അതങ്ങനെ ആ കഥയങ്ങ് പോയതിനു ശേഷം ഈ സർക്കാർ 2221 കോടി രൂപയുടെ നഷ്ടപരിഹാരം അല്ലെങ്കിൽ ഈ വരുന്ന ദുരന്തത്തിന് നമുക്ക് തരണം എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ആകപ്പാടെ തന്ന 220 കോടി രൂപയാണ്. എന്നിട്ട് ഒരു പണിയോട് വെച്ച് തന്നു, ഒരു 132 കോടി രൂപയുടെ ഒരു ബില്ല് തിരിച്ചയച്ചു. എന്തിനു ചോദിച്ചാൽ, എയർഫോഴ്സ് അവർ വന്ന്, മിലിറ്ററി വന്ന് ഇവിടെ നിന്നുള്ള ഡെഡ് ബോഡിയും അതുപോലെ തന്നെ ആളുകളെയും റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയെന്നുള്ള സർക്കാർ അങ്ങോട്ട് കൊടുക്കേണ്ട ചെലവ് ഇത്ര രൂപയാന്ന് പറഞ്ഞൊരു ബില്ലൂടെ തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയെല്ലാം ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ആസാമിലും ജാർഖണ്ഡിലുമൊക്കെ 1500-ഉം 2000 കോടി വീതമാണ് കൊടുത്തത്. എത്രയാണ്? 10,000-കണക്കിന് കോടിയാണ് ആന്ധ്രാപ്രദേശത്തിൽ കൊടുത്തത്. ഇതിൻ്റെ പകുതി ദുരന്തം പോലും ഉണ്ടാകാത്ത സ്ഥലത്ത്. നമുക്കത് വ്യക്തമായിട്ടറിയാം. അവർ നമ്മളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയ നേട്ടം BJPക്ക് കേരള സംസ്ഥാനത്തുണ്ടെങ്കിലേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ മക്കളെ തീർച്ചയായിട്ടും ഒരു തരത്തിലും അവർ സഹായിക്കില്ലെന്നറിയാം. അത് നമുക്ക് ചെയ്യാനും നമുക്ക് കഴിയില്ല. കാരണം കേരള സംസ്ഥാനത്ത് നമുക്ക് സമാധാനം ഉണ്ടാകണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഞങ്ങൾ ഡൽഹിയിൽ പോയി സമരം നടത്തി. ആദ്യമാണെന്ന് ഓർത്തോണം, ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ നമ്മുടെ മന്ത്രിമാരും കേന്ദ്രത്തിൽ പോയി സമരം നടത്തുന്നത്. അവിടെ പോയി സത്യാഗ്രഹം നടത്തുക. ഓർത്തോണം, അതെന്തിനാണ്? നമുക്ക് അർഹതപ്പെട്ട പണം നമുക്ക് തരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനു മുമ്പ് പ്രതിപക്ഷത്തിനോടും പറഞ്ഞു, ഞങ്ങളുടെ കൂടെ കൂടണം. ഒന്നുമല്ല, നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. എത്രയോ കാര്യങ്ങൾ, ഈ ദുരന്തമൊക്കെ ഉണ്ടായതല്ലേ, നമ്മളെ സഹായിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അവർ വന്നില്ല എന്ന് മാത്രമല്ല, നമ്മളൊരു മെമ്മോറാണ്ടം തയ്യാറാക്കി കോൺഗ്രസ് പാർട്ടിക്ക് കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതിലൊന്ന് ഒപ്പിട്ടതാ പ്രധാനമന്ത്രിക്ക് കൊടുക്കാൻ. തന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്ന ഒരു വ്യത്യാസം, നമ്മുടെ സംസ്ഥാനവും തമിഴ്നാടുമായിട്ടുള്ളൊരു വ്യത്യാസം ഞാൻ കാണുന്നത്, അവിടെ എപ്പോഴും നമ്മളെക്കാൾ കൂടുതൽ വീരോടും വാശിയോടും കൂടിയാണ് DMK ADMKയും അതിനകത്ത് കിടന്ന് പോരാടും. അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങൾ അവന് ഇത് പറയും, അങ്ങോട്ട് പറയും, ഇത് പറയും. അതിനകത്ത് കിടന്ന് അങ്ങോട്ട് അടിപിടി വാക്കാലുണ്ടാവും. പക്ഷെ തമിഴ്നാടിനെ അഫക്റ്റ് ചെയ്യുന്ന, ബാധിക്കുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഒരുമിച്ചാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത്, മുമ്പേ ഞാൻ പറഞ്ഞ റേഷൻ കാർഡിൻ്റെ കാര്യങ്ങൾ കാണുമ്പോഴൊക്കെ അത് കേരള സംസ്ഥാനത്തിൻ്റെ വികസനത്തിനോ പാവപ്പെട്ടവരെ ബാധിക്കുന്ന വിഷയമാണെങ്കിലും ഞങ്ങൾക്കൊന്നുമില്ല. അത് തീർച്ചയായും ഒരു രാഷ്ട്രീയ നേട്ടം നേടുവാൻ വേണ്ടി ഏതിൻ്റെ കൂടെ നിൽക്കും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഏതൊക്കെയാലും വാക്കുകൾ ചുരുക്കട്ടെ സ്നേഹിതരെ. നമുക്കറിയാം, ഈ 10 വർഷം കൊണ്ട് നമ്മൾ നേടിയ നേട്ടങ്ങൾ. പവർ കട്ടില്ലാത്ത 10 വർഷം. ഇന്ന് പെൻഷൻ മുടങ്ങാതെ നമുക്ക് മുടങ്ങാതെ കൊടുക്കാൻ കഴിഞ്ഞു. റേഷൻ കാർഡ് റേഷൻ കൊടുക്കാൻ കഴിഞ്ഞു. നമ്മുടെ സ്കൂളുകളിലെല്ലാം ഇത് നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നവീകരിച്ച് ഇന്ന് നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇവിടെയുള്ള നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ എല്ലാം നമുക്ക് ഇന്ന് ഏറ്റവും നല്ല നവീകരിച്ച മെഡിക്കൽ കോളേജെല്ലാം കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ വികസനം നടത്തിയെങ്കിലും
നമ്മുടെ ഈ സംസ്ഥാനത്ത് സമാധാനമില്ലാതെ പോയാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമ്മുടെ ഓരോ കുടുംബത്തിലും സമാധാനമില്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്ത് നേട്ടം നേടിയാലും പണമുണ്ടെങ്കിലും എല്ലാം എന്ന് പറഞ്ഞ പോലെ ഈ വികസനം എല്ലാം നടന്നെങ്കിലും ഒരു സമാധാനവും ഇവിടെ കൊലയും കൊള്ളയും കലാപവും വർഗീയ കലാപവുമാണെങ്കിൽ ഈ വികസനത്തെ കൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് എൻ്റെ ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെ ഒരു കലാപവും വർഗീയ കലാപവും നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കർണാടകത്തിലേക്ക് പോയ 6 മാസം മുമ്പ് വർഗീയ കലാപം ഉണ്ടായത്, ഒറീസയിൽ നടന്നു, ഇങ്ങനെ പല സ്ഥലത്തും ബീഹാർ എല്ലാ പ്രദേശങ്ങളിലും നടക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലമായി വർഗീയ കലാപം നടക്കാത്ത ഒരേ ഒരു സംസ്ഥാനം അത് കേരള സംസ്ഥാനമാണ് എന്ന് പറയാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. അത് മാത്രമല്ല, ഇന്ന് കേരളം എടുക്കുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ഇൻഡെക്സ്, നമ്മുടെ മനുഷ്യ വികസന സൂചിക എടുത്തു നോക്കിയോ, എത്രയോ സൂചിക എടുത്താലും അതെല്ലാം മറ്റ് രാഷ്ട്രങ്ങളെക്കാളും അതിൻ്റെ മേലെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം, ശിശുമരണം എടുത്താൽ 1000-ൽ 5 പേരാണ് ഇവിടെ മരണം. അമേരിക്കയിൽ അത് 6 പേരാണ്. അത് BJPയുടെ തലസ്ഥാനം എന്ന് വിശേഷിക്കുന്ന UP-യിൽ അത് 37 പേരാണ്. ദേശീയ ആവറേജ് അത് 26-27 പേരാണ്. എവിടെയാണ് കേരളം നിൽക്കുന്നത്? കേരളം ഒന്നാമതായി നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ ഗൂഗിൾ എടുത്ത് നോക്കിക്കൂ, അവിടേക്ക് ChatGPT എടുത്ത് നോക്കിക്കൂ, അതാണല്ലോ മിക്കവാറും എല്ലാ വിവരങ്ങളും കിട്ടും. ഇന്ന് ഏറ്റവും പുറകിൽ നിൽക്കുന്ന, വികസന കാലത്തിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന 5 സംസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞാൽ ആ പേരുകൾ നമ്മൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. നിങ്ങളെടുത്ത് നോക്കിക്കോ. ഇപ്പോൾ ബീഹാർ ഉൾപ്പെടെ എടുത്ത് നോക്കിക്കോ, ബീഹാറും ആസാമും ഛത്തീസ്ഗഡും ഇതൊക്കെ എടുത്ത് നോക്കിക്കോ, അങ്ങനെ തന്നെ കാണും. പക്ഷേ ഏത് സംസ്ഥാനമാണ് ഈ രാജ്യത്ത് ഒന്നാമത് നിൽക്കുന്നത് ചോദിച്ചാൽ അത് കേരളമാണ് എന്നുള്ളതിനാണ് ഏറ്റവും പ്രത്യേകത. അതും ആ കേരളത്തെ കൊണ്ട് എത്തിക്കുവാൻ കഴിഞ്ഞതും ഈ മനുഷ്യ വികസന സൂചിക എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കൊണ്ടുവരാൻ കഴിഞ്ഞത് തീർച്ചയായും ഇടതുപക്ഷത്തിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ആ വികസന പദ്ധതി കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ചുരുക്കട്ടെ സ്നേഹിതരെ, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ നമ്മൾ നടത്തിയ ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ ജാഥകൾ, ഞങ്ങൾ വെറും ജാഥ നടത്തി പോവുകയല്ല, ഞങ്ങൾ ഒരു ജനസമ്പർക്ക പരിപാടിയാണ് നടത്തിയത്. ഓരോ ദിവസവും എല്ലാ ജനവിഭാഗങ്ങളെയും പ്രഗത്ഭരായ മറ്റ് പ്രൊഫഷണൽ ആളുകളെയും എല്ലാം കണ്ട് എന്താണ് അടുത്ത 5 വർഷത്തേക്ക് കേരള സംസ്ഥാനം ചെയ്യേണ്ടത്, കേരള സംസ്ഥാനം 5 വർഷത്തേക്ക് നമ്മൾ നിയമ ഭേദഗതി എന്തു വേണം, ഇപ്പോൾ കൊടുത്തിരിക്കുന്നതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, ഇനി ഏതെങ്കിലും നിയമ ഭേദഗതി നടത്തേണ്ടതുണ്ടോ, ഇതെല്ലാം ചർച്ച ചെയ്ത് നമ്മൾ അത് മാനിഫെസ്റ്റോയിലേക്ക്, അത് പ്രകടന പത്രികയിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ഒരു തയ്യാറെടുപ്പ് നിൽക്കുകയാണ്. എനിക്ക് വളരെയധികം വിശ്വാസമുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇവിടെയുള്ള ഓരോരുത്തരെയും കാണുമ്പോൾ, ജനസാന്നിധ്യം നമ്മൾ എല്ലായിടത്തും കാണുമ്പോൾ ഒരു സംശയവുമില്ല. ഞാൻ സൂചിപ്പിച്ച പോലെ ഈ ജാഥകളെല്ലാം പ്രഖ്യാപിക്കുന്നത് ഒരു തുടർഭരണമാണ്. 3ാം പ്രാവശ്യം ഇടത് സർക്കാരിൻ്റെ ഒരു ഭരണത്തിലേക്ക് ചെന്നെത്തുകയാണ്. ഞാൻ നിർത്തുന്നു. തീർച്ചയായും ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങളോടൊപ്പം സഹകരിച്ച മുഴുവൻ നേതാക്കന്മാരെയും, ഇടതുപക്ഷത്തിൻ്റെ മുഴുവൻ നേതാക്കന്മാരുണ്ട്, ഘടകകക്ഷി നേതാക്കന്മാരുണ്ട്, അവരെല്ലാം ഇവിടെ വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, സ്ത്രീകളടക്കമുള്ള ഈ വൈകവേളയിലും ഇവിടെ വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.